നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ വെറുതെ കാട് പോലെ പിടിച്ച് കിടക്കുന്ന ഈ കുടങ്ങൽ കൊണ്ട് അടിപൊളി ആരോഗ്യപ്രദമായ ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ കയറി സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സൗന്ദര്യം വയ്ക്കാനും ശരീരം പുഷ്ടിപ്പെടാനും ഓർമ്മശക്തിക്കും അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു മരുന്നാണിത്. അതുകൂടാതെ ഇതിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ കുടങ്ങൽ. പ്രസവശേഷം പാലില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ലൂസ് മോഷനും വൊമിറ്റിങ്ങും കാരണം ആയുർവേദ മരുന്നും കഴിക്കാൻ പറ്റില്ലാത്തവരുണ്ട്. അവർക്ക് ഇത് മസ്റ്റ് ട്രൈ ആണേ. പുഴുക്കേടും പുഴുക്കുത്തും ഒന്നുമില്ലാത്ത ഇല ഇതുപോലെ നുള്ളിയെടുക്കാൻ ശ്രദ്ധിക്കണേ. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ. ആദ്യമായിട്ട് ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി എന്തോ നമ്മുടെ ചോയ്സ് അനുസരിച്ച് കുറച്ചധികം മുൻപ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ശേഷം നമ്മുടെ കുടകിൻ്റെ ഇല നല്ല രീതിക്ക് കഴുകണം. അതിൻ്റെ ഉള്ളിലിങ്ങനെ ചെറിയ ചെറിയ പൊടി മണ്ണുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. പിന്നീട് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച അരി ഉണക്കലരിയോ പച്ചരിയോ നല്ല രീതിക്ക് അരച്ചെടുക്കണേ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടകിൻ്റെ ഇലയും അതേ കൺസിസ്റ്റൻസി തന്നെ നല്ലതായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ ആ അരച്ചെടുത്ത അരിയിലേക്ക് ഈ അരച്ചെടുത്ത ഇലയും കൂടെ കുടകിൻ്റെ ഇലയും കൂടെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുറുക്കി എടുക്കണേ. ഈ ഒരു പരുവമാകുമ്പോഴത്തേന് നല്ല കുറുക്കി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ശർക്കരയോ കരിപ്പെട്ടിയോ നമ്മുടെ ചോയ്സാണ്, എന്ത് വേണേലും. ആവശ്യത്തിന് മധുരം ഒരുപാട് വേണ്ടവർക്ക് മധുരം ഇടാം. മധുരം കുറച്ചുള്ളവർക്ക് ആ രീതിക്ക് മധുരം ഇട്ട് നല്ല രീതിയിൽ കുറുക്കി എടുക്കണം. അതിലേക്ക് ഇതുപോലെ കുറുകി വരുന്നതിനനുസരിച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് പയ്യെ കുറുക്കി നല്ലൊരു കൺസിസ്റ്റൻസിയിലാവും. അതുവരെ കുറുക്കി എടുക്കണേ. ഈ കാണുന്നതാണ് ഈ കുറുക്കിൻ്റെ ഒരു പരുവം. അതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ തീ കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ കുറുക്കി വരുമ്പോഴേക്കും ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യാണ്. നെയ്യ് എത്രത്തോളം ഉണ്ട് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് നെയ്യും കൂടെ ചേർത്താൽ ഇത് റെഡിയായി.